ഈ ആർട്ടിസ്റ്റുകളുടെ ഇപ്പം ഞാൻ പറയുന്നത് ആദ്യത്തെ ഒരു 4-5 പേരുടെ ലിസ്റ്റിൽ പറയുകയാണെങ്കിൽ അവരുടെ പ്ലസ് ആൻഡ് മൈനസ് നെഗറ്റീവും പോസിറ്റീവും എന്തൊക്കെയാണ്? നെഗറ്റീവ് പറയുന്നതിനേക്കാളും നല്ലത് പോസിറ്റീവ്സ് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നെഗറ്റീവ്സ് എനിക്ക് തോന്നുന്നത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർക്ക് തോന്നണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് സൈഡ് വളരെ കുറവായിരിക്കും എനിക്കങ്ങനെ ഓർത്തെടുത്ത് ഞാൻ പറഞ്ഞാലും. നമ്മൾ തുടങ്ങുന്ന മമ്മൂക്കയും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ കൂടെ ഞാനൊരു 4-5 സിനിമകളിൽ അഭിനയിച്ചു. അതിന് താപ്പാനയ്ക്ക് മുമ്പ് താപ്പാനയാണ് അദ്ദേഹത്തിന് കൂട്ടുകാരനായിട്ട് അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞത്. താപ്പാന ജോണി ചേട്ടനായിരുന്നു ഒരു ഡയറക്ടർ, ജോണി ആൻ്റണി, സിന്ധുരാജ് റൈറ്റർ, മിലൻ ജലീലിക്ക പ്രൊഡ്യൂസർ, മമ്മൂക്ക ഹീറോ, മമ്മൂക്കയുടെ കൂട്ടുകാരനായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു. അപ്പോൾ ഈ എടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു ചമ്മൽ ഉണ്ടാവില്ലേ? ഇല്ല, അങ്ങനെ ചമ്മലുണ്ടാവാത്തതിൻ്റെ കാരണം അതിന് മുൻപ് ഞാൻ മമ്മൂക്കയുടെ കൂടെ ഒരു 4-5 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ രാജമാണിക്യം എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത്. അപ്പം ഞാൻ മമ്മൂക്ക ഇങ്ങനെ കയറി വരുമ്പോൾ ഞാൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. സുരാജ് ആ ലൊക്കേഷനുണ്ട്, സുരാജാണ് മമ്മൂക്കയ്ക്ക് സ്ലാങ് ഒക്കെ പറഞ്ഞു കൊടുക്കുക, സുരാജുണ്ട്. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ കയറി വരുന്നത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ മമ്മൂക്ക ഇങ്ങനെ കയറി വന്നപ്പോൾ ഞാൻ നമസ്കാരം ഇക്കാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞു, ഇതാണ് എൻ്റെ കുഴപ്പം, സ്റ്റേജിലൊക്കെ വരുമ്പോൾ വിഗില്ലാതെ വരും, സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ വിഗ് വെക്കും, പിന്നെ എങ്ങനെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു. ഞാൻ കിടുങ്ങിപ്പോയി. കാരണം ഇതുപോലൊരാൾ നമ്മളെക്കുറിച്ച് അറിയുന്നുണ്ട്, നമ്മളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ കുറേ സിനിമകൾ അതിന് ശേഷം പട്ടണത്തിൽ ഭൂതം, അതുപോലെ കുറേ സിനിമകളിനകത്ത് അഭിനയിച്ചപ്പോഴൊക്കെ അണ്ണൻ തമ്പി ആണെങ്കിൽ തുറുപ്പ് ഗുലാൻ, അങ്ങനെ സിനിമകളിലൊക്കെ അഭിനയിച്ചപ്പം ഇക്ക നമ്മളോട് കാണിക്കുന്ന ഒരു വാത്സല്യം ഉണ്ടല്ലോ. അപ്പം നമുക്കറിയാം നമ്മളെ ഇഷ്ടമാണ്, മമ്മൂക്കയ്ക്ക് നമ്മളെ ഇഷ്ടമാണ്. പിന്നെ കുറേ പേര് എന്നോട് പറഞ്ഞു മമ്മൂക്ക ഷാജുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഷാജുവിന് നല്ലൊരു വേഷം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞത് നമുക്കറിയാം. അപ്പോൾ താപ്പാന എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഈ പറയുന്ന പോലെ ഒരു 10-40 ദിവസം മമ്മൂക്കയുടെ ഒപ്പം ഒരുമിച്ച് ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം എന്താവും, കാര്യം അതിനു മുമ്പ് അഭിനയിച്ചിരിക്കുന്നതൊക്കെ 3-4 സീനിൽ മാത്രമേ ഉള്ളൂ. ഇത് കുറേ സീനുകൾ, 10-50 സീനുകൾ ഒരുമിച്ച് നമുക്കിവിടെ പോകണം. കൂട്ടുകാരനാണ് ഈ പറഞ്ഞ പോലെ എടാ പോടാ വിളിക്കുന്ന ഒരു ബന്ധമാണ്, അതൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നൊരു ടെൻഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ താപ്പാനയുടെ ഞാൻ ഫസ്റ്റ് വരുന്നൊരു സീൻ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ എലൂര് FSCTക്കകത്ത് വെച്ചിട്ടാണ്. അതിനകത്തൊരു ഹോട്ടലിൽ സെറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പം മായാമോഹിനി ഇറങ്ങി മമ്മൂക്ക കണ്ടിട്ടാണ് ലൊക്കേഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അന്നാണ് ജോയിൻ ചെയ്യുന്നത്, അവർ ഷൂട്ട് തുടങ്ങി. അപ്പം ജോണിച്ചേട്ടനും എല്ലാവരും പറഞ്ഞിരിക്കുന്നത് വിഗ് വെക്കണ്ടെന്ന്, എന്നോട് വിഗ് വെക്കണം. അപ്പോൾ എനിക്കൊരു സങ്കടമുണ്ട്. കാര്യം മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുകയാണ്, മമ്മൂക്കയുടെ കൂട്ടുകാരനാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഗ്ലാമറിൻ്റെ കൊട്ടാരമാണ്. അപ്പോൾ നമുക്കൊരു വിഗ് വെച്ചിട്ട് ഒപ്പിക്കാൻ പറ്റുന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റണമെന്ന് കരുതി വിഗ് വെച്ച് അഭിനയിക്കാമെന്ന് കരുതിയാണ് ഞാൻ ചെന്നത്. പ്ലാനിങ്ങിലാണ് ചെല്ലുന്നത്. ചെന്നപ്പോഴും ജോണിച്ചേട്ടൻ പറഞ്ഞു ഷാണ ഊരിക്ക് കേട്ടോ എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ തകർന്ന് ഇങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞ് ജോണിച്ചേട്ടൻ തന്നെ വന്നിട്ട് പറഞ്ഞു മമ്മൂക്ക പറഞ്ഞു വിഗ് വെക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെയൊക്കെ വെക്കാതെ കുറച്ച് ഇറക്കി വെച്ചിട്ട് സൈഡിലോട്ടൊക്കെ ചെയ്യി, എന്നാൽ കുറച്ചുകൂടെ ഏജ് തോന്നുന്നൊക്കെ രീതി, എന്നാൽ വലിയ ഫാഷനും അല്ലാത്ത രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ലൊക്കേഷനോട്ട് ചെല്ലുകയാണ്. നമുക്ക് കണ്ടു പറഞ്ഞു ഇത് ഏത് വിഗ്, അത് നിൻ്റെ വിഗാണത്? ഞാൻ പറഞ്ഞു അതേക്ക് എൻ്റെ വിഗ്, ഇത് വെച്ചേക്കുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞ് സജി കാട്ടാക്കട മേക്കപ്പ് മാനെ വിളിച്ചിട്ട് ജോണി ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടെ ബ്രേക്ക് ചെയ്തിട്ട് മമ്മൂക്ക എൻ്റെ കൂടെ വന്ന് സജീനെ വിളിച്ച് മേക്കപ്പ് മാനെ വിളിച്ച് മമ്മൂക്ക ഇത് വെച്ച് തന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യിച്ച് കറക്റ്റാക്കി ചെന്ന് ഇനി ഇത് പടം തീരുന്ന വരെ തൊട്ട് പോരുത് വിഗിൽ, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് മമ്മൂക്കയാണ് സെറ്റ് ചെയ്തെല്ലാം റെഡി തുടങ്ങുന്നത്. പിന്നെ എന്നും വരുമ്പോഴോട് മുടി വെട്ടിയോ ഇല്ലല്ലോ അങ്ങോട്ട് ഇങ്ങനെ ഭയങ്കര കെയറിങ് ആണ് നമുക്ക്. പിന്നെ നമ്മൾ ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോഴും നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. അങ്ങനെ ഒരു വലിയ മനുഷ്യൻ തന്നെയാണ് മമ്മൂക്ക. നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് തുറന്ന് പറയാം, തമാശകളാണെങ്കിലും ഏത് രീതിയിലുള്ള തമാശകളും എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് ലാലേട്ടൻ്റെ കൂടെ ഞാൻ അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ 1-2 സീനിൽ കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. എന്നെ ലാലേട്ടൻ അതിന് മുൻപ് അറിയാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഇങ്ങനൊരു സിനിമ, അതും സിദ്ദിഖ ഡയറക്റ്റ് ചെയ്യുന്നു, ലാലേട്ടൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു. വിയറ്റ്നാം കോളനിക്ക് ശേഷം 22 വർഷത്തിന് ശേഷം അവർ ഒരുമിക്കുന്ന ഒരു സിനിമയിൽ ലാലേട്ടൻ്റെ ത്രൂ ഔട്ടൊരു വേഷം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭയങ്കരമായിട്ടൊന്ന് എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ഞാൻ ചെല്ലുന്നത്. ഈ പറഞ്ഞ പോലെ ആ ദിവസം 1-2 ദിവസം എനിക്ക് ഭയങ്കര പേടി തന്നെയായിരുന്നു. കാര്യം ലാലേട്ടൻ്റെ ഇത് നമ്മൾ കണ്ട് നമ്മളിങ്ങനെ ഉള്ളിൽ കിടക്കുകയില്ല. കാര്യം ഇപ്പോഴും ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും രാവിലെ വന്ന് അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇവരെ കാണുമ്പം ഇന്നലെ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ച് ശരിയായിരുന്നു, അല്ലെങ്കിൽ പിറ്റേ ദിവസം കാണുമ്പം സത്യം പറയാണ് ഇപ്പോഴും ഒരു മനസ്സിലൊരു പേടി, ഒരു സംഭവമുണ്ട്. പിന്നെ അവർ കണ്ട് മോനെ എന്നൊക്കെ വിളിക്കുമ്പോൾ ലാലേട്ടൻ വിളിക്കാലോ മുഖാന്തര എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ ആ ഒരു റൂട്ടിലോട്ട് വരത്തുള്ളൂ. അതായത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇവരുടെ സിനിമകൾ കണ്ട് ഇവരുടെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കാം. ലാലേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എന്താ മോനെ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ്റെ ഒരു സ്റ്റൈലിൽ നമ്മളെ ലാലേട്ടൻ കയ്യിലെടുത്തു എന്നുള്ളത് നമ്മുടെ പേടിയൊക്കെ മാറ്റി. പിന്നെ നമ്മൾ അതുവരെ കണ്ട് മനസ്സിൽ കരുതി വെച്ചിരുന്ന ഒന്നുമല്ല അഭിനയം. കാര്യം നമ്മൾ മിമിക്രി എന്ന് വന്നുകൊണ്ടിരിക്കുക നമുക്ക് ഡയലോഗൊക്കെ പഠിക്കാൻ എളുപ്പമാണ്.
ദൈവാനുഗ്രഹം, അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ഉണ്ട്. അപ്പോൾ അത് പഠിച്ച് പറയുക എന്നുള്ളത് മാത്രമല്ല അഭിനയം എന്നുള്ളത് ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഡയലോഗ് പറഞ്ഞ് നടന്ന് വന്നിട്ട് ഡിക്കി തുറന്നിട്ട് അതിനകത്തോട്ട് ബാഗ് വെച്ചിട്ട് ഡിക്കി അടച്ചിട്ട് ഞാൻ ഇങ്ങനെ വന്നിട്ട് ഡ്രൈവിംഗ് സീറ്റ് കാരണം ലാലേട്ടനപ്പോൾ ഇപ്പുറത്തോട്ട് പോകും. അപ്പം ഞാൻ വന്നിട്ട് ഡിക്കി തുറന്ന് ബാഗ് വെക്കുമ്പോൾ ഞാൻ വണ്ടിക്ക് കവറായി പോകും. അപ്പോൾ ക്യാമറയിൽ ഞാൻ ഉണ്ടാവില്ല. അപ്പോൾ 1-2 ഇതായി കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ മോനെ എന്തിനാണ് മോനെ വിഷമിക്കുന്നത്, ഡിക്കി തുറന്നിട്ട് മോനെ ബാഗ് താഴ്ത്തിട്ടാൽ മതി, അവർക്കറിയില്ല എവിടെ വീഴുന്നുണ്ട്, ഡിക്കി ഇത് അടക്കിയാൽ പോയി വണ്ടി അടിക്കും, ആരും അറിയില്ല എന്ന് പറഞ്ഞു, അവരോട് പറയാൻ വേണ്ടെന്ന് പറഞ്ഞു. കറച്ച് ടേക്കിന് ഞാൻ വന്നു, ബാഗ് എടുത്ത് ഞാൻ നേരെ താഴോട്ട് ഇട്ടു, ഡിക്കി അടച്ചു, ഞാൻ പോയി വണ്ടിക്കകത്ത് കയറുന്നു, ചേട്ടൻ കയറുന്നു, കറക്റ്റായി. അപ്പോൾ എനിക്ക് പിന്നെ അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് അഭിനയിക്കേണ്ട പല കാര്യങ്ങളും അത് എക്സ്പീരിയൻസിനെയാണ് ലാലേട്ടൻ പറഞ്ഞത്.